ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അവസാനമായിട്ട് എബ്രായലേഖനം 11-ാം അധ്യായം 38, 39, 40 വാക്യത്തിലേക്ക് കടന്നു വരാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 39 and 40. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. പ്രൈസ് ഗാഡ്. ഏറ്റവും നല്ലൊന്ന് മുൻകരുതിയിരിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് കടന്നു പോട്ടെ. എബ്രായ ലേഖനത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. ആഫ്റ്റർ ഓൾ, ഏതാണ് ആ വാക്യം? വാക്ക് ഏതാണ്? വിശ്വാസമാണോ? എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വേർഡുണ്ട്. യെസ്, ഗ്രേറ്റർ ദാൻ, ബെറ്റർ ദാൻ. അതാണ് എബ്രായ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യം. നമ്മൾ മനസ്സിലാക്കി 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് കർത്താവായ യേശു ക്രിസ്തു ആരെക്കാൾ വലിയവൻ? പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ വലിയവൻ. 2 നമ്മൾ കണ്ടു. 1, 2, 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. 2-ാമത്തെ ഭാഗം ആരെക്കാൾ വലിയവൻ? 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു മോശയേക്കാൾ വലിയവൻ. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നില്ല, യോശുവയേക്കാൾ വലിയവൻ, അബ്രഹാമിനേക്കാൾ വലിയവൻ. അവസാനമായിട്ട് മുൻപോട്ട് കടന്നു വന്ന് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പഴയ നിയമത്തെക്കാൾ ഉന്നതനായിരിക്കുന്നവൻ. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു വന്നത് എബ്രായ ലേഖനത്തിൻ്റെ 1-ാമത്തെ പാർട്ട് ബെറ്റർ ദാൻ എന്ന് പറയുമ്പോൾ 2-ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടന്നു വന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, പ്രാക്ടിക്കലായിരിക്കുന്ന കാര്യമാണ്. ആദ്യം 1 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ട് 10 വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മളെ പഠിപ്പിച്ചത് അതിൻ്റെതായിരിക്കുന്ന ഡോക്ട്രിനൽ വശമായിരിക്കുമ്പോൾ 11 മുതലുള്ള അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. 10 വരെയുള്ള അധ്യായങ്ങളിൽ ഡോക്ട്രിൻ എന്ന് പറഞ്ഞിരിക്കുന്നുവോ 11 മുതലുള്ള അധ്യായങ്ങളിൽ അത് പ്രാക്ടിക്കലായിട്ട് വെളിപ്പെടുത്തുന്നതാണോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. 11-ാം അധ്യായത്തിലേക്ക് തുടങ്ങുവാനുള്ള കാരണം തന്നെ എബ്രായ ലേഖനത്തിൻ്റെ 3 മുന്നറിയിപ്പിൽ അവസാനത്തെ മുന്നറിയിപ്പായിരിക്കുന്ന പ്രതികൂലങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിന്നോട്ട് പോകുവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ മടുത്തു പോകരുത്. അതാണ് 10-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത്. എന്നിട്ട് പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിനോ പ്രസാദമില്ലേ. എന്നിട്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി, അവരെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ വേണ്ടി പഴയ നമ്മ വിശുദ്ധന്മാരെ ഒന്നൊന്നായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. 11-ാം അധ്യായത്തിൽ തുടക്കം മുതൽ നമ്മൾ കാണുന്നുണ്ട്, ഹാബേൽ തൊട്ട് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുകയാണ് പഴയ നമ്മ വിശുദ്ധന്മാരെ മുഴുവൻ പ്രവാചകന്മാരെ ഉൾപ്പെടെ എല്ലാവരെയും കൊണ്ട് സമാപിച്ച് നിൽക്കുന്ന ആ സ്ഥാനത്ത്. എന്നിട്ട് ദൈവത്തിൻ്റെ ദാസൻ അവസാനമായിട്ട് 11-ാം അധ്യായം കൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. താൻ തന്നെ നേരത്തെ താൻ പറഞ്ഞിട്ടുണ്ട്, ഇതിലും ഒത്തിരി പേരുടെ കാര്യങ്ങൾ വിവരിക്കുവാനായിട്ടുണ്ട്, എന്നാൽ സമയപരിമിതി മുഖാന്തരമായിട്ട് ഇപ്പോൾ വിവരിക്കുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് താൻ ഈ ലേഖനത്തെ ഷോർട്ടാക്കുന്നത്. വളരെ വിശദമായിട്ട് കടന്നുപോയതാണ് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വളരെ ഷോർട്ടായിട്ട് അവസാനമായിട്ട് കൊണ്ട് അവസാനിപ്പിച്ചിട്ട് 39-40 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് അവർ എല്ലാവരും വായിക്കുന്ന ഭാഗം ഇപ്രകാരമാണ്. 11-ാം അധ്യായത്തിൻ്റെ 39, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ലേ. പഴയ നമ്മ വിശുദ്ധന്മാരെ ഒക്കെ നമ്മൾ കാണുമ്പോൾ ഹാബേൽ തുടങ്ങി താഴോട്ട് നോഹ തുടങ്ങി മുൻപോട്ട് കടന്നു വരുമ്പോൾ പഴയ നമ്മ ഹോൾ വിശുദ്ധന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവത്തിൻ്റെ ദാസൻ അവിടെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. അവർ എല്ലാവരും സാക്ഷ്യം പ്രാപിച്ചവരായിരുന്നു. അവർക്കെല്ലാവർക്കും ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ സാക്ഷ്യം? ആ സാക്ഷ്യത്തെക്കുറിച്ചാണ് താൻ അവിടെ പറയുന്നത്. വിശ്വാസത്താലുള്ള സാക്ഷ്യം അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത? ആരാണ് ഈ സാക്ഷിച്ചത്? മനുഷ്യനല്ല ഇവിടെ സാക്ഷിക്കുവാൻ ഇടയായിത്തീർന്നത്, സ്വർഗത്തിലെ ദൈവമാണോ സാക്ഷിപ്പാൻ കാരണമായിത്തീർന്നത്. ന്യായം വിധിക്കുവാൻ യോഗ്യനായിരിക്കുന്നവൻ, മനുഷ്യൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കുന്നവൻ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കുന്നവൻ, ആ സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവമാണോ ഇപ്പോൾ ഇവരെക്കുറിച്ച് സാക്ഷ്യം
പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. മാനുഷിക സാക്ഷ്യങ്ങൾ ഒരു പക്ഷങ്ങൾ വിരുദ്ധമാണെങ്കിലും ദൈവം നമ്മെക്കുറിച്ചൊരു സാക്ഷ്യം പറയുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ പദവി മറ്റൊന്നുമില്ല. ഇവർക്കെല്ലാവർക്കും ലഭിച്ച ഒരു പദവി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അവർ പലതും നേടി എന്നുള്ളതല്ല ദൈവം പറയുന്ന സാക്ഷ്യം. ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇവരെല്ലാവരും വിശ്വാസികളായിരുന്നുവെന്ന്, വിശ്വാസത്തിൽ അവർ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് അവരെക്കുറിച്ച് ദൈവത്തിന് പറയുവാനുള്ള സാക്ഷ്യം. ഈവൻ മരിക്കാത്ത വിശുദ്ധന്മാരുണ്ട്. ഹാബേൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ബാക്കിയുള്ള എല്ലാവരും ഈ ലോകത്തിൽ മരിച്ചു പോയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്നത്, ഇവരെക്കുറിച്ച് ദൈവത്തിന് പറയുമ്പോൾ ദൈവത്തിന് ഒന്നാണ് പറയുവാനുള്ളത്. ഇവർ വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. വിശ്വാസത്തിൽ ഇവർക്ക് മരിക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. ആ പഴയ നിയമത്തിലേക്ക് നമ്മൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ശവക്കല്ലറയുടെ മുകളിൽ എഴുതപ്പെട്ടതാണ് ലിഖിതമുണ്ടെങ്കിൽ ആ ലിഖിതം ഇപ്രകാരമായിരിക്കും: ഇവർ എല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്നുള്ള ലിഖിതമാണ്. മറ്റൊന്നുമല്ല. കഴിഞ്ഞ നാളിൽ ഒത്തിരി ഓടി, ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി പ്രയത്നിച്ചു എന്നുള്ളതല്ല അവരുടെ ശവക്കല്ലറയുടെ മുകളിൽ എഴുതി വെക്കുവാനായിട്ടുള്ളത്. സ്വർഗത്തിലെ ദൈവം അവരുടെ ശവക്കല്ലറയുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ സാധിക്കുമെങ്കിൽ ആ കല്ലറകളെ നോക്കൊണ്ട് ദൈവത്തിന് പറയുവാൻ സാധിക്കുന്നത് ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രമാത്രം പീഡനങ്ങൾ കൂടെ കടന്നുപോയി, ഇത്രമാത്രം പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയി. ഇവരാരും ഒരു സാധാരണപ്പെട്ട രീതിയിലോ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നവരല്ല. എല്ലാം സുഖമായിരുന്നത് കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിച്ചവരല്ല. പിന്നെ പ്രതികൂലങ്ങളുടെ നടുവിലാണോ ദൈവത്തിന് വേണ്ടി ഇവരെല്ലാവരും ജീവിക്കുവാനായിട്ട് കാരണമായിത്തീർന്നത്. എന്നാൽ ദൈവത്തിന് വേണ്ടി പ്രതികൂലങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അവരുടെ നാവുകൾ കൂടെ വെളിപ്പെടുത്തുകയും അവരുടെ പ്രവൃത്തികൾ കൂടെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത് കൊണ്ടാണോ ദൈവം ഈ സാക്ഷ്യം പറയുവാനായിട്ട് കാരണമായിത്തീർന്നത്. ഒന്നാമത്തെ ഇവരുടെ പ്രത്യേകത, പഴയ നമ്മ വിശുദ്ധന്മാരുടെ പ്രത്യേകത, they obtained a good report from the Lord. ദൈവത്തിൽ നിന്ന് ഒന്ന് നോട്ട് ചെയ്തോ, ദൈവത്തിൽ നിന്ന് നല്ല സാക്ഷ്യം അവർ പ്രാപിച്ചു. എന്തായിരുന്നു ദൈവം അവരെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം? they all ended their life in faith. അതാണോ ദൈവത്തിന് അവരെ കുറിച്ചുള്ള സാക്ഷ്യം? വിശ്വാസത്തിൽ അവർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു. തങ്ങളുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് മൊമെന്റ് വരെ വിശ്വാസം അവർക്ക് വെളിപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചു ആയിരിക്കുന്ന ഭാഗമുണ്ട്, വായിച്ചിട്ട് അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വന്നാട്ട്. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അപ്പോൾ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എങ്കിൽ അനുകൂലമല്ലാത്ത ഒരു സ്ഥാനത്ത് നിന്നാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനിടയായിത്തീർന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലോകം അവരെ മനസ്സിലാക്കിയില്ല. അവരുടെ വില എന്തെന്നുള്ളത് ലോകം മനസ്സിലാക്കിയില്ല. അബ്രഹാം സോദോം ഗൊമോറയ്ക്ക് വേണ്ടി പക്ഷപാതം വഹിച്ചു. അബ്രഹാം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. തൻ്റെ മധ്യസ്ഥ കൊണ്ട് അനേക കാര്യങ്ങൾ താനോ പ്രാപിച്ചെടുക്കുവാനിടയായിത്തീർന്നു. തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. എന്നാൽ അബ്രഹാമിൻ്റെ വില എന്തെന്നുള്ളത് അവർക്കാർക്കും മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിരുന്നില്ല. അവർ വാസ്തവത്തിൽ അബ്രഹാം വിലയുള്ളവനായിരുന്നു, നോഹ വിലയുള്ളവനായിരുന്നു. എന്നാൽ അവരുടെ വില എന്തെന്നുള്ളത് മനസ്സിലാക്കുവാൻ അവർക്ക് ലോകത്തിന് സാധ്യമാകാതെ ലോകം അവരെ കൊല്ലുവാനായിട്ടിടയായിത്തീർന്നു. ദൈവമക്കളെ മനസ്സിലാക്കണം, ലോകം ദൈവമക്കളുടെ വില മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഈ ഭൂമി ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു കാരണം ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉള്ളതാണ്. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടാകുവാനുള്ള കാരണമെന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുദ്ധന്മാർ ഇന്ന് ഭൂമിയിൽ ഉള്ളതാ. അതാണ് ഇന്ന് ഈ ഭൂമിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. നാം ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ്. ദൈവത്തോട് നിലവിളിക്കുന്ന ചില വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ ലോകത്തിലുള്ളതാണോ ലോകത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്? ലോകം നാശത്തിലേക്ക് കടന്നു പോകാതെ വണ്ണം, ലോകം നിത്യമായിരിക്കുന്ന നാശത്തിനോ ഭവിക്കാതെ വണ്ണം ലോകത്തെ ഒരു രീതിയിൽ പിടിച്ചു നിർത്തുവാൻ ഇടയായി
ഇടയായിത്തീരുന്നത് വിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്നുള്ളത് മനസ്സിലാക്കണം. നാമും അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ജീവിക്കുന്ന ഈ നാടിനു വേണ്ടി. നമ്മൾ മനസ്സിലാക്കണം, ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന സ്വർഗം തള്ളിക്കളയാതെ ഇതുവരെ ഈ ദേശത്തെയൊക്കെ പരിപാലിച്ചു വന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഇതിന്റെ നടുവിലുള്ളതായിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാര് അവര് വില കൊടുക്കുന്നതാണ് കാരണം. എങ്കിലും എന്തറിയുന്നില്ല, ലോകം അവരെ മനസ്സിലാക്കുന്നില്ല. ലോകത്തിന് അവർക്ക് അറിയുവാനായിട്ട് സാധ്യമല്ല. ഒരു പക്ഷേ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും ദൈവ പൈതലായതുകൊണ്ട്. എന്നാൽ ഭവനവാസികൾ നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ നമുക്ക് മാത്രമല്ല ഇത് സംഭവിച്ചത്. പഴയ നമ്മ വിശുദ്ധന്മാരുടെ എല്ലാവരുടെയും ചരിത്രം നോക്കിയാൽ എല്ലാവരുടെയും ജീവിതം അതാണ് പറയുന്നത്. അവസാനമായിട്ട് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എങ്കിൽ അവർക്ക് സംഭവിച്ച ഒരു വലിയ ഗുണമുണ്ട്. മറ്റൊന്നുമല്ല, യോഗ്യമായിരിക്കുന്ന ഒരു ലോകത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അനുഗ്രഹിക്കപ്പെട്ട വിഷയം. ലോകം അവർക്ക് യോഗ്യമായി, ശ്രദ്ധിച്ചോണം എൻ്റെ വേർഡ്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ലെങ്കിലും അവർക്കതൊരു പ്രശ്നമായിരുന്നില്ല. അവർക്ക് അനുയോജ്യമായിരിക്കുന്ന ലോകത്തിലേക്ക് അവർ മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നു. അനുയോജ്യമായ ലോകത്തിലേക്ക് മാറ്റപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവർക്ക് ഒന്ന് പറയുവാൻ, ദൈവത്തിന് അവരെ നോക്കി ഒന്ന് പറയുവാൻ സാധിക്കും, അവർ എല്ലാവരും വിശ്വാസത്താൽ മരിച്ചു എന്നുള്ളത്. അനുകൂലമായിരിക്കുന്ന അവർക്ക് യോഗ്യമായിരിക്കുന്ന ലോകത്തിലേക്ക് അവർ മാറ്റപ്പെട്ടുവെങ്കിലും ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറയുന്ന ഒരു വേർഡ് ഇതാണ്, അവർ വിശ്വാസത്താൽ, അവിടെ പറയപ്പെടുന്ന വേർഡ്, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. എന്തൊക്കെയോ മിസ്സിംഗ് ആണ് അവരുടെ ലൈഫിൽ. എന്തൊക്കെയോ ഇനി പൂർത്തീകരണം വരുവാനുണ്ട്. വാഗ്ദത്ത നിവർത്തീകരണം അവർക്ക് ഇതുവരെ ലഭ്യമായില്ല. ശ്രദ്ധിച്ചോണം, എൻ്റെ അടുത്ത പോയിന്റ് ഇതാണ്. വാഗ്ദത്ത നിവർത്തീകരണം അവർ അനുഭവിച്ചില്ല എങ്കിലും, വാഗ്ദത്ത നിവർത്തീകരണം അവർ കണ്ടില്ല എങ്കിലും, അവരുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ വിശ്വാസത്തിൽ അവർക്ക് ജീവിക്കുവാനും മരിക്കുവാനും സാധിച്ചു എന്നുള്ളത് വലിയ വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മുടെ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് നിവർത്തീകരണമായിട്ടുള്ള ബന്ധത്തില്. നിവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ആ നിവർത്തിക്കപ്പെടുന്നതിന് വാഗ്ദത്ത നിവർത്തീകരണം ഒരല്പകാലം മുൻപോട്ട് കടന്നു പോകുമെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും, ദൈവം എൻ്റെ കൂടെ ഇല്ലയോ, ദൈവം എന്നെ കൈവിട്ടുവോ, എന്തായി എൻ്റെ ജീവിതത്തിൽ ഈ നിവർത്തീകരണം നടക്കാത്തത്? എന്നാൽ പഴയ നമ്മൾ വിശുദ്ധന്മാരെ വിളിച്ച് നോക്കിയാൽ അവർക്കൊരു കാര്യം പറയുവാൻ സാധിക്കും, അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ അവരുടെ മരണം വരെ വിശ്വാസത്തിൽ മുൻപോട്ട് അവർ കടന്നുപോയി. മരിക്കുന്ന സമയത്തും വാഗ്ദത്ത നിവർത്തീകരണം അവർക്ക് സംഭവിച്ചില്ല എങ്കിലും അവരുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടില്ല, അവരുടെ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചില ഭൗതിക നന്മകളായിരുന്നില്ല അവരുടെ വിശ്വാസത്തിന് കാരണമായി തീർന്നത്. എനിക്കൊരു ഭൗതികമായിരിക്കുന്ന നന്മയെക്കുറിച്ചൊരു പ്രോമിസ് കിട്ടി, ആ പ്രോമിസുമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ പ്രോമിസ് നിറവേറ്റപ്പെടാതിരിക്കുമ്പോഴാണോ വിശ്വാസത്തിൽ ഞാൻ ഷാറ്റർ ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നത്, വിശ്വാസം ഞാൻ ഒന്ന് കുലുങ്ങുവാനായിട്ട് കാരണമായി തീരുന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഇവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത, ഇവർ വാഗ്ദത്ത നിവർത്തീകരണം അവർക്ക് സംഭവിച്ചില്ല എങ്കിലും അവർ ഇറങ്ങിത്തിരിച്ച വിശ്വാസത്തിൽ തന്നെ ആ നിവർത്തീകരണം മുൻപിൽ കിടക്കുകയാണോ എങ്കിലും അവർ വിശ്വാസത്തിൽ അല്പം പോലും ക്ഷീണിക്കുവാൻ പോയില്ല. അവരുടെ അവസാനം വരെയും വിശ്വാസം നിലനിൽക്കുവാനായിട്ട് കാരണമായി തീർന്നു എന്നുള്ളതാണ് ഇവരുടെ അനുഗ്രഹിക്കപ്പെട്ട വിഷയം. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ് ഇതാണ്, വാഗ്ദത്ത നിവർത്തീകരണം അവർക്ക് ലഭിച്ചില്ല എങ്കിലും അവരുടെ മരണം വരെ നിവർത്തീകരണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസത്തിൽ മരിക്കുവാൻ തക്കണം കാരണമായി തീർന്നു. നിങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഒരു ഭൗതിക വിഷയമായിരുന്നില്ല അവരുടെ ആഗ്രഹം. കാരണം ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തു. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയുടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിവർത്തീകരണം താൻ കണ്ടില്ല, പക്ഷേ മരിക്കുന്ന സമയത്തും താൻ അതാണ് പിടിച്ചു നിന്നത്. സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്, എൻ്റെ സന്തതി മുഖാന്തരമായി
നിമിത്തമായിട്ട് ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വരുമ്പോഴും തൻ്റെ വിശ്വാസത്തിന് ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. അതിൽ താൻ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് കാരണമായി തീർന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ മനസ്സിലാക്കണം, ഇൻഡിവിജ്വലായിട്ട് ദൈവം തരുന്ന വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തം നാം ഈ ലോകത്തിൽ വെച്ച് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്കും നിങ്ങൾക്കും ആ വാഗ്ദത്തം ഈ ഭൗതികമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നിവർത്തീകരണം നാം കാണേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതും വളരെ ആവശ്യമാണ്. എന്നാൽ എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ കാലം കൊണ്ട് അവസാനിക്കുന്നതായിരിക്കത്തില്ല. ഒരു പക്ഷെങ്കിൽ അതിന് പിന്നാലെ കടന്നു വരുന്ന തലമുറയിൽ കൂടെ നിറവേറ്റപ്പെടേണ്ട ചില വാഗ്ദത്തങ്ങൾ ഉണ്ടായിരിക്കാം. ആ വാഗ്ദത്തങ്ങൾ ആ തലമുറയുടെ ആണ് നിറവേറ്റപ്പെടുന്നതെങ്കിലും ഞാനും നിങ്ങളും മരിക്കുന്ന സമയത്തും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു വിഷയം, ആ വാഗ്ദത്തത്തിൽ വിശ്വാസം കൊണ്ട് ഞാൻ നിങ്ങളും ഏറ്റെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. എൻ്റെ തലമുറയുടെ കാലത്ത് ഇത് സംഭവിക്കുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് എൻ്റെ മരണത്തിൻ്റെ സമയത്ത് വരെ എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നു. എന്താ ഇവിടെ പറയുന്ന അവർ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. എന്താണ് ഇവർ പ്രാപിക്കേണ്ട വാഗ്ദത്ത നിവർത്തി? ഒന്നുകൂടെ നമ്മൾ വായിക്കുമ്പോൾ 40-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ട് ആ ഭാഗം വിഭാഗം പറയുന്നത് എന്താണ് വാഗ്ദത്ത നിവർത്തി എന്നവിടെ പറയുക. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും ഇതുവരെ ലഭിക്കാതിരുന്ന ഒരു കാര്യമാണ് രക്ഷയുടെ പൂർത്തീകരണം, ദ പെർഫെക്റ്റ് സാൽവേഷൻ. ഇവരുടെ ആരുടെയും ജീവിതത്തിൽ ഇതുവരെ പ്രാപിച്ചില്ല. അപ്പോൾ വാഗ്ദത്ത നിവർത്തി എന്ന് പറയുന്നത് ചില ഭൗതിക നന്മകളല്ല. പിന്നെ വാഗ്ദത്ത നിവർത്തി എന്ന് പറയുന്നത് പെർഫെക്റ്റ് സാൽവേഷൻ, രക്ഷയുടെ പൂർണ്ണത. എന്താണ് ഈ രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, രക്ഷ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ 3 കാലങ്ങളിൽ രക്ഷയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, സേവ്ഡ്, നാം രക്ഷിക്കപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് ദൈവവചനം രക്ഷയെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പാപവുമായിരിക്കുന്ന ബന്ധത്തിലാണ്, ഇൻ റിലേഷൻ ടു സിൻ. രക്ഷ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ വേർഡ് ബിബ്ലിക്കലി യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ റിലേഷൻ ടു സിൻ. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണോ അവിടെ സംഭവിക്കുന്നത്, അത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പെനാൽറ്റി ഓഫ് സിൻ. നോട്ട് ചെയ്താട്ടെ, പെനാൽറ്റി ഓഫ് സിൻ. ഏതിൽ നിന്നാണ് രക്ഷപ്പെട്ടത്? ദൈവത്തിന്റെ വചനം പറയുന്നു എല്ലാവരും പാപം ചെയ്തു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പോൾ എന്തായിരുന്നു ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പെനാൽറ്റി. ഞാൻ പാപം ചെയ്തപ്പോൾ ഓൾറെഡി എൻ്റെ പാപത്തിനോ ഞാനൊരു പെനാൽറ്റി ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതിനൊരു ശിക്ഷാവിധി എനിക്കുണ്ട്, അതിനൊരു പെനാൽറ്റി ഉണ്ട്. പാപം എന്തായിരുന്നാലും ചെറുതോ വലുതോ ആയിരുന്നാലും ആ പാപങ്ങൾ ഏറ്റുപറയുന്നില്ല എങ്കിൽ അതിൻ്റെ പെനാൽറ്റി നാം അനുഭവിക്കുവാനായിട്ട് നമ്മൾ എലിജിബിളാണ്. അപ്പോൾ ഇവിടെ സേവ്ഡ് എന്ന് പറയുമ്പോൾ ഏതിൽ നിന്നാണ് നമ്മൾ സേവ് ചെയ്യപ്പെട്ടത്? ദ പെനാൽറ്റി ഓഫ് സിൻ. എന്താണ് പെനാൽറ്റി ഓഫ് സിൻ എന്ന് പറയുന്നത്? ഡെത്ത്, മരണം. പെനാൽറ്റി ഓഫ് സിൻ, ഡെത്ത്. എന്നാൽ നമുക്ക് എന്ത് സംഭവിച്ചു? ഈ സേവ്ഡ് എന്ന് പറയുമ്പോൾ ആ പെനാൽറ്റി ഓഫ് സിന്നിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്? റൈച്ചസ്നെസ്, നീതി. എല്ലാം ഒറ്റ ലൈനിൽ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. വളരെ ഇത് ബിബ്ലിക്കലി വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു വിഷയം അറിയേണ്ടത്. ഒന്ന്, സേവ്ഡ്. വായിച്ചിട്ട് ഒരു വാക്യങ്ങൾ എഫെസ്യർലേഖനം 2-ാം അധ്യായം 5-8 വാക്യം. എഫിഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5 and 8 and 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 9. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. 8-ാമത്തെ വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യു ആർ സേവ്ഡ്. എവിടുന്നാണ് നിങ്ങൾ സേവ് ചെയ്തത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ. യു വാസ് ഡെഡ്. നിങ്ങൾ മരിച്ചവരായിരുന്നു. എന്തുകൊണ്ടാണ് മരിക്കുവാനുള്ള കാരണം? പാപത്തിൻ്റെ ശമ്പളം
മരണമാണ്. ദ പെനാൽറ്റി ഓഫ് സിൻ ഈസ് ഡെത്ത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒന്നാമത് സംഭവിച്ചത്, ഇത് എപ്പോൾ സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴാണ് ഇത് സംഭവിച്ചേ? യേശുവിനെ ഞാൻ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച സമയത്ത്. എന്ത് സംഭവിച്ചു? എൻ്റെ പാപം എന്നിൽ നിന്ന് മാറ്റപ്പെട്ടു. പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം എന്നിൽ നിന്ന് മാറ്റപ്പെട്ടു. പെനാൽറ്റി ഓഫ് സിന്നിൽ നിന്നോ ഞാൻ വിടുവിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് എന്ത് ലഭിച്ചു? ഐ ബിക്കെയിം റൈറ്റിയസ്. അതാണ് 2 Corinthians chapter 5 verse 21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനോ. അപ്പോൾ നമ്മൾ ആരായി മാറ്റപ്പെട്ടു? ഓൺ ദ സ്പോട്ടിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ആരായിത്തീർന്നു? നീതിമാനായിത്തീർന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നാം നീതിമാന്മാരായിത്തീർന്നു. ഏത് നീതിമാന്മാർ? പാപം അറിയാത്തവനെ നാം അവനിൽ, യേശുവിൽ എന്താകേണ്ടതിന്? ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. അപ്പോൾ ദൈവം എത്രത്തോളം നീതിമാനാകുന്നുവോ അതേ നീതിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിച്ചത്. എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് എനിക്ക് ലഭിച്ചതല്ല, പിന്നെയോ ഇത് ബൈ ഫെയ്ത്ത്, വിശ്വാസം കൊണ്ട് ഞാൻ പ്രാപിച്ചതാ. അതാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ഭാഗമാണ് ബീയിങ് സേവ്ഡ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതിൽ നിന്നാണ് നാം രക്ഷിക്കപ്പെടുന്നത്? നമ്മൾ ജീവിക്കുന്നത് എവിടെ തന്നെ? പാപപങ്കിലമായിരിക്കുന്ന ഈ ലോകത്തിൽ. അതുകൊണ്ട് ഏതിൽ നിന്നാണ് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ദ ഡൊമിനിയൻ ഓഫ് സിൻ. നോട്ട് ചെയ്ത് ദാറ്റ്. ബീയിങ് സേവ്ഡ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ പ്രോസസ്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഏതിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ദ ഡൊമിനിയൻ ഓഫ് സിൻ, പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ നാളുകൾ പാപം നമ്മുടെ മേൽ അധികാരം നടത്തിക്കൊണ്ട് നമ്മൾ പാപത്തിനോ അനിഷ്ഠിതമായിട്ട് മുൻപോട്ട് കടന്നുപോയി, പാപം ചെയ്ത് ജീവിച്ചു. എന്നാൽ നാം ദൈവമക്കളായി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. ആ ഡൊമിനിയൻ ഓഫ് സിന്നിൽ നിന്നോ നമ്മെ രക്ഷിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഡൊമിനിയൻ ഓഫ് സിന്നിൽ നിന്നോ രക്ഷിച്ചു. അതിൻ്റെ ഫലം എന്താണ്? ദ റിസൾട്ട് ഓഫ് ബീയിങ് സേവ്ഡ്. ദ റിസൾട്ട് ഓഫ് ബീയിങ് സേവ്ഡ്, ഹോളിനെസ് ഓർ സാങ്ക്ടിഫിക്കേഷൻ. ഹോളിനെസ്, വിശുദ്ധീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണം. അപ്പോൾ എപ്പോഴെല്ലാം നമ്മൾ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്നോ നാം ജയമെടുക്കുന്നുവോ, ഡൊമിനിയൻ ഓഫ് സിന്നിൽ നിന്നോ നാം ജയമെടുക്കുന്നുവോ, ആ സമയത്തൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു ഗുണമാണ് ഏത്? ഹോളിനെസ്, ശുദ്ധീകരണം. അപ്പോൾ എവിടെയെല്ലാം നമ്മൾ പാപത്തിന് കീഴ്പ്പെട്ടു പോകുന്നുവോ അവിടെയൊക്കെ നമ്മളിൽ കടന്നു വരുന്നതാണ് ഏത്? അശുദ്ധി, അൺക്ലീൻനെസ്. അപ്പോൾ നമ്മൾ ആ ഡൊമിനിയൻ ഓഫ് സിന്നിൽ നിന്ന്, ഇതാരെക്കുറിച്ച് പറയുന്നത്? ലോകമക്കളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ പാപത്തിൻ്റെ പെനാൽറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അവൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതിൽ നിന്നോ? ദ ഡൊമിനിയൻ ഓഫ് സിൻ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നോ അവൻ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊരു പ്രോസസ്സാണ്. ഒരു ടൈമിൽ നടക്കുന്ന ഒരു വിഷയമല്ല. ഒരു ടൈമിൽ നടക്കുമ്പോൾ ഒരിക്കൽ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. എന്നാൽ അത് മറ്റൊരു വിധത്തിൽ വേറെ ദിവസം കടന്നു വരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തു ഈ യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ ഉടനെ യേശുവിനെ എതിരേറ്റത് പിശാചാകുന്നുവെങ്കിൽ ആ പിശാച് കർത്താവായ യേശുവിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ മുൻപിലൊന്ന് മുട്ടുമടക്ക്, ഞാൻ നിനക്ക് ഇതൊക്കെ നിനക്ക് തരാം. നീ എന്താ നേടാൻ വന്നത്? ഇതെല്ലാം നിനക്ക് ഞാൻ തന്നേക്കാം. വാസ്തവത്തിൽ എന്താ പിശാച് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, നീ ക്രൂശ് മരണം ഏൽക്കേണ്ട കാര്യമില്ല, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ മതി. നിന്റെ ഹിതം എന്താണ്, നിന്റെ ആഗ്രഹം എന്താ, അത് മുഴുവൻ ഞാൻ ചെയ്തുതരാം. ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നോടുകൂടെ അടുത്ത് നിൽക്കുന്ന പത്രോസ് കർത്താവായ യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യം യേശുവിനോട് പറഞ്ഞു, ഗുരു, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ശുശ്രൂഷയുടെ തുടക്കത്തിൽ പിശാച് നേരിട്ട് ഇടപെട്ടത് കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ
കഴിഞ്ഞപ്പോൾ, തൻ്റെ ശുശ്രൂഷയുടെ അവസാന നിമിഷത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതേ പരീക്ഷയുമായിട്ട്, അതേ വിഷയമായിട്ട് കടന്നു വരികയാണോ? പക്ഷെ വേറെ ഫോമില കടന്നു വന്നത്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? അന്ന് യേശു പിശാചിനെ ജയിച്ചത് കൊണ്ട് യേശുവിൻ്റെ മുൻപിൽ അതേ പരീക്ഷ വീണ്ടും വരത്തില്ലെന്നല്ല, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വരെ ഈ പരീക്ഷകളൊക്കെ കടന്നു വരും എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകൾ നമ്മൾ രക്ഷപ്പെട്ടു എന്ന്, നമ്മൾ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന്, നമ്മുടെ കഴിഞ്ഞകാല അടിമത്വത്തിൽ നിന്ന് ഞാൻ പരിപൂർണമായിട്ട് വിടുവിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ എല്ലായ്പ്പോഴും വിടുവിക്കപ്പെടണമെന്നില്ല. ചില കാലങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു ഫോമിൽ അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം ഒന്നേ ഉള്ളൂ, ദ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. അത് കാണുമ്പോൾ അറിയാം ഇത് പിശാചിന്റെ പ്രവർത്തനമാണെന്ന്. പത്രോസ് കർത്താവായ യേശുവിനോട് പറഞ്ഞപ്പോൾ, ഞാനും നിങ്ങളും ആയിരുന്നുവെങ്കിൽ ചിന്തിച്ചേനെ, പത്രോസ് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പത്രോസ് ഇത് പറഞ്ഞതെന്ന്. പക്ഷെ യേശു മനസ്സിലാക്കി ഇപ്പോൾ പത്രോസ് എന്ന് പറയുന്നത് പിശാചിന്റെ അടുത്തൊരു വേർഷനാണെന്ന്. അതുകൊണ്ട് ആ കർത്താവായ യേശു പത്രോസിനോട് പറഞ്ഞത്, സാത്താനെ നീ എന്നെ വിട്ടുപോ. യേശു വിളിച്ചത് സെയിം പേര് തന്നെ. അന്ന് മറ്റേ പിള്ളിയെ വിളിച്ചത് തന്നെ യേശു ഇവിടെയും വിളിച്ചു. ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നാം തോൽപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന പാപത്തിൻ്റെ അധികാരങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷങ്ങൾ ചില കാലം കഴിയുമ്പോൾ വേറെ ഫോമിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമായിരിക്കും. എന്നാൽ ദൈവമക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, അന്ന് ഞാൻ ജയമെടുത്തതാകുന്നുവെങ്കിൽ ഇന്ന് അത് മറ്റൊരു ഫോമിൽ കടന്നു വരുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ ക്രൂശ് അവോയ്ഡ് ചെയ്യുവാനാകുന്നുവെങ്കിൽ അന്നത്തെ പിശാചിന്റെ വേറെ രൂപമാണ് ഇന്ന് എന്നോട് അടുത്ത് നിൽക്കുന്ന എൻ്റെ അടുത്ത കൂട്ടുകാരെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് വീണു പോകാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വന്നേ. സംഭവം സെയിമാണ്, ഒന്ന് തന്നെയാണ് വിഷയങ്ങൾ. എന്നാൽ എന്ത് സംഭവിക്കുന്നു ആഫ്റ്റർ ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിഷയം എൻ്റെ മുൻപിൽ കടന്നു വരുമ്പോൾ വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ഇറ്റ് എന്നൊന്ന് ചിന്തിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആയിരിക്കുന്നത് പിശാചിന്റെ കണിയിലാണോ അല്ലയോ എന്നുള്ളത്. ഇതിന് ശേഷമുള്ള റിസൾട്ട് എന്താണ്, എന്തിലേക്കാണോ ഇതെന്നെ നയിക്കുന്നത്, ഇതെന്നെ തെറ്റിലേക്കാണ് നയിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ അനന്തര എഫക്റ്റ് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുകയാണെങ്കിൽ, അഥവാ ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ കൂടെ നിറവേറ്റപ്പെടാതിരിക്കുകയാണെങ്കിൽ അത് കൊണ്ടുവരുന്നത് ആര് തന്നെയാ? ദുഷ്ടപിശാച്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഞാൻ പറഞ്ഞു വന്ന വിഷയവാക്യതാണ്, ഈ ഡൊമിനിയൻ ഓഫ് സിൻ ഈ ലോകത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യകാല വരവ് വരെ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം മാറ്റപ്പെടുന്ന സമയം വരെ നമ്മുടെ തൊട്ടു പിന്നാലെ വരുന്ന ഒരു കാര്യമാണ് ഈ ഡൊമിനിയൻ ഓഫ് സിൻ. പക്ഷെ നമുക്ക് എന്തു വേണം? ഈ പാപത്തിന്റെ ശക്തിയെ നമുക്ക് ജയിക്കണം. നിങ്ങൾക്കറിയാം, രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്ന്, എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ഒന്നാമത്തെ സത്യവും, രണ്ടാമത്തെ സത്യം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ എന്ത് തന്നു? ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മുടെ മേൽ തന്നു. അപ്പോൾ ഒന്ന്, ഞാൻ മനസ്സിലാക്കുക എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചുവെന്നുള്ളത്. രണ്ട്, ദൈവശക്തി. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ പാപത്തിന്റെ ശക്തിയെ നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ വിഷയമാണ്, ഇതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഞാൻ നിങ്ങൾ ഒരു ദിവസം പലപ്പോഴും പല പരീക്ഷകൾ കടന്നു വരുമ്പോഴും പലപ്പോഴും നമ്മൾ ജയിക്കുന്നതുകൊണ്ട് ചിലത്തിലൊക്കെ തോക്കുന്നുണ്ട്. എന്നാൽ ജയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. അതിന്റെ കാരണമെന്ന് പറയുന്നത് നാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ബീയിങ് സേവ്ഡ്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അതിന്റെ ഫലം എന്താണോ നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഹോളിനെസ്, ശുദ്ധീകരണം. മൂന്നാമത്തെ വിഷയമാണ് വിൽ ബി സേവ്ഡ്. നാം രക്ഷിക്കപ്പെടും. ഏതിൽ നിന്നാണ് നാം രക്ഷപ്പെടുവാൻ പോകുന്നത്?
രക്ഷപ്പെടേണ്ടത് ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. നോട്ട് ചെയ്ത് ദാറ്റ്, ദ പ്രസൻസ് ഓഫ് സിൻ. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നാം രക്ഷപ്പെടും. അപ്പോൾ പാപത്തിൻ്റെ സാന്നിധ്യം, ഈ ലോകം മുഴുവൻ എവിടെ കിടക്കുന്നു? പാപത്തിന് കീഴിൽ കിടക്കുന്നു. പ്രധാനമായിട്ട് 3 ശത്രുക്കൾ. ഏതൊക്കെയാണ് ശത്രുക്കൾ? ലോകം, മനുഷ്യനിൽ 3, ലോകത്തിൻ്റെ 3 പാപങ്ങൾ. ഏതൊക്കെ? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അപ്പോൾ ലോകം, ജഡം, പിന്നീട് പിശാച്. ഇത് 3 ദൈവമക്കൾക്ക് ശത്രുവായി നിൽക്കുമ്പോൾ ഇതാണ് പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമെങ്കിൽ ഈ 3 ശക്തികളെയും പരിപൂർണമായി മാറ്റണം. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കണം, വിൽ ബി സേവ്ഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഭാഗത്ത് നോട്ട് ചെയ്യുക. സേവ്ഡ്, നാം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും നിങ്ങൾക്ക് സംഭവിച്ചത് വി കെയിം ഔട്ട് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഈവിൾ. ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഇവിടെ വിൽ ബി സേവ്ഡ് എന്നുള്ള വാക്ക് നമ്മൾ കാണുമ്പോൾ പാപത്തിന്റെ അവസ്ഥയിൽ, സാന്നിധ്യത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടുക. അങ്ങനെയെങ്കിൽ ലോകം, ജഡം, പിശാച്, ഇതാണ് 3 ശത്രുക്കളെങ്കിൽ ഇതിൻ്റെ 3ൻ്റെയും അവസ്ഥയിൽ നിന്ന്, സാന്നിധ്യത്തിൽ ഞാൻ മാറ്റപ്പെടുമ്പോഴാണ് ദ പ്രസൻസ് ഓഫ് സിന്നിൽ ഞാൻ രക്ഷപ്പെടുന്നത്. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് പാപമായിരിക്കുന്ന ബന്ധത്തിൽ പാപത്തിൻ്റെ പ്രസൻസ് ഞാൻ അനുഭവിക്കുവാനുള്ള കാരണം ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കുന്ന ജഡം, ലോകം, പിശാച്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് ഓൾറെഡി നമ്മൾ ജയിച്ചു. ഇന്ന് നമ്മൾ ജഡത്തെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ഇവിടെ തന്നെ ഏതെല്ലാം ഉണ്ട്? ദ പ്രസൻസ് ഓഫ് സിൻ ഉണ്ട്. അപ്പോൾ എന്തു വേണം ഇവിടെ സംഭവിക്കേണ്ടത്? പിശാചിൻ്റെ പ്രസൻസിൽ നിന്ന് കംപ്ലീറ്റ്ലി നാം വിടുവിക്കപ്പെടണം. ലോകത്തിൻ്റെ പ്രസൻസിൽ നിന്ന് കംപ്ലീറ്റ്ലി വിടുവിക്കപ്പെടണം. ജഡത്തിൻ്റെ പ്രസൻസിൽ നിന്നും കംപ്ലീറ്റ്ലി വിടുവിക്കപ്പെടണം. ഇത് 3 സംഭവിക്കുന്ന ഒരു സമയമാണ് ആത്മരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ. എന്താ അവിടെ സംഭവിക്കുന്നത്? ദൈവമക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. എങ്ങോട്ട് പോകുന്നവര്? അവര് സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് ദൈവമക്കൾ പോകുമ്പോൾ ഏതിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ടു? ലോകത്തിൽ നിന്ന് അവർ മാറ്റപ്പെട്ടു. പിശാചിന്റെ അധീനതയിൽ നിന്ന്, പ്രസൻസിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നീട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ ഈ ശരീരത്തിനൂടെ എന്ത് സംഭവിക്കുന്നു? ഒരു മാറ്റം സംഭവിക്കുന്നു. ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ ധരിക്കുന്നു. മധ്യമായ ശരീരം അമധ്യത്വത്തെ ധരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ ശരീരത്തിനും കഴിഞ്ഞ നാളുകൾ പാപം അടുത്തു വരുവാൻ ഇടിയായിത്തീരുന്ന ഈ ശരീരത്തിന് ഒരു രൂപാന്തരം സംഭവിക്കുന്നു. അപ്പോൾ ശരീരത്തിനും കൂടെ ഒരു രൂപാന്തരം സംഭവിക്കുമ്പോൾ ഇവിടെ മാത്രമേ ദൈവമക്കൾക്ക് എന്ത് പറയുവാൻ സാധിക്കത്തുള്ളൂ? പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്ന പറയുവാൻ സാധിക്കത്തുള്ളൂ. അതുവരെ അവരോടുകൂടെ പാപമുണ്ട്. അവര് പാപം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇന്ന് വിശുദ്ധ ജീവിതം നയിച്ചാലും നാളെ ഒരു പക്ഷെങ്കിൽ വീഴണമെന്നില്ല, വീഴാനായിട്ട് സാധിക്കും. നമ്മൾ ജഡത്തിൽ നിൽക്കുന്നത് കൊണ്ട് വീഴാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. എന്നാൽ നമ്മെ പരിപൂർണമായിട്ട് പാപത്തിന്റെ പ്രസൻസിൽ നിന്ന് നാം രക്ഷപ്പെടുന്ന സമയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ. യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ രൂപാന്തരപ്പെട്ട സ്വർഗത്തിലേക്ക് നാം എടുക്കപ്പെടുന്നത് കൊണ്ട് നമ്മൾ എന്നേക്കുമായിട്ട് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? പ്രസൻസ് ഓഫ് സിന്നിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. പ്രസൻസ് ഓഫ് സിന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, നോട്ട് ദാറ്റ് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം. പ്രസൻസ് ഓഫ് സിന്നിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ്ലി വിടുവിക്കപ്പെടുമ്പോൾ എൻ്റെ ജഡത്തിൽ രൂപാന്തരം സംഭവിച്ചു. അതെന്ന് പറയുന്നത് എന്തിലേക്കാണ് സംഭവിക്കുന്നേ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരം. അവിടെ സംഭവിക്കുന്നത് മഹത്വീകരണം. ശ്രദ്ധിക്കുക, ഞാൻ ഒരിക്കൽ കൂടെ പറയാം. സേവ്ഡ്, അതിൻ്റെ ഫലം അത് എന്ന് സേവ്ഡ് എന്ന് പറയുന്നത് ഏതെന്ന് രക്ഷപ്പെട്ടു? പെനാൽറ്റി ഓഫ് സിൻ. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നീതീകരണം, റൈച്ചസ്നെസ്. 2
ബീയിങ് സേവ്ഡ്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഡൊമിനിയൻ ഓഫ് സിന്നിൽ നിന്നോ ഞാൻ രക്ഷപ്പെട്ടു. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹോളിനെസ്, ശുദ്ധീകരണം. മൂന്നാമത് ഞാൻ പറഞ്ഞു വന്നത് വിൽ ബി സേവ്ഡ്, നാം രക്ഷപ്പെടും. ആ രക്ഷപ്പെടുമെന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് സിന്നിൽ നിന്ന് രക്ഷപ്പെടും. അതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞു കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ദൈവദാസന്മാരെ കുറിച്ച് പറയുന്ന വേർഡ് ഇതാണ്. എന്താ അവിടെ പറഞ്ഞു? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിനോ. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ വിഷയം, അവർ വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു എങ്കിലും അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നിവർത്തീകരണം എന്ന് പറയുന്നത് താഴത്തെ വാക്യം ഇപ്രകാരം പറയുണ്ടായി, അവിടെ നമ്മൾ വായിച്ച ഇപ്രകാരമാണ്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തീകരണം പ്രാപിക്കാതിരിക്കേണ്ടതിനോ. അപ്പോൾ ഇവർ പ്രാപിക്കേണ്ടതായിരിക്കുന്ന ദ കംപ്ലീറ്റ്നെസ് ഓഫ് അവരുടെ പൂർണ്ണത, രക്ഷയുടെ, അവരുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത, വാഗ്ദത്തത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഏതായിരിക്കുന്നു? നമ്മൾ ഇപ്പോൾ പഠിച്ച വിഷയം നമ്മൾ പഠിക്കാമെങ്കിൽ അത് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? ഗ്ലോറിഫിക്കേഷനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവരെല്ലാവരും പ്രാപിക്കേണ്ടതാണ് മഹത്വീകരണം. എന്നാൽ ഇവക്കെല്ലാം എന്ത് സംഭവിച്ചു? നിങ്ങൾക്കറിയാം, 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ പഴയ നമ്മ വിശുദ്ധന്മാരെ എല്ലാവരെയും നമ്മൾ സ്വർഗ്ഗത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആ വിഷയം നമ്മൾ പഠിക്കും. അപ്പോൾ ഇന്ന് പഴയ നമ്മ വിശുദ്ധന്മാരൊക്കെ സ്വർഗ്ഗത്തിൽ ഇരിക്കുക. എന്നാൽ അവരിന്ന് സ്വർഗ്ഗത്തിലാണെങ്കിലും ദൈവത്തോടു കൂടിയാണ് അവരായിരിക്കുന്നത് എങ്കിലും ഇന്നും അവർക്ക് ഒരു കാര്യം ഇതുവരെ പ്രാപിച്ചിട്ടില്ല, അവരുടെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം പ്രാപിച്ചിട്ടില്ല. ദൈവത്തോടു കൂടിയാണ് അവരായിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ദൈവത്തെ അവർക്ക് മുഖാമുഖം കാണുവാൻ സാധിക്കുമോ അതെനിക്ക് അറിയത്തില്ല. ദൈവം അവർ സ്വർഗ്ഗത്തിലായിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല. വാഗ്ദത്തത്തിന് നിവർത്തീകരണം ഇതുവരെ നടന്നിട്ടില്ല. എന്താ വാഗ്ദത്ത നിവർത്തീകരണം ഇവരുടെ ജീവിതം നടക്കാത്തത്? ഇവർ വിശ്വാസത്തിൽ മരിച്ചവരായതുകൊണ്ട്, ലോകം അവർക്ക് യോഗ്യമല്ല എന്നവർ എണ്ണിയതുകൊണ്ട് അവർ നേരെ എങ്ങോട്ട് പോയി? അവർക്ക് യോഗ്യമാർഗ ലോകത്തിലേക്ക് അവർ പോയി. ശ്രദ്ധിച്ചോണേ എൻ്റെ ഓരോ വേർഡുകൾ. ലോകം അവർക്ക് യോഗ്യമല്ല എന്നവർ മനസ്സിലാക്കി യോഗ്യമല്ലാത്ത ലോകത്തെ തള്ളിക്കളഞ്ഞപ്പോൾ അവർക്ക് യോഗ്യമായിരിക്കുന്ന ലോകത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോയി. ഇന്നവരായിരിക്കുന്നത് അവർക്ക് യോഗ്യമായിരിക്കുന്ന ലോകത്തിലാണ്. ആ ലോകത്തിൽ അവർ നിൽക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ തിരുവചനപ്രകാരം, ദൈവത്തിന്റെ ദാസനപ്രകാരം പറയുകയാണ്, അവർ എന്ത് പ്രാപിച്ചിട്ടില്ല? ഇതുവരെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. എന്താ ചൂണ്ടിക്കാണിച്ചത്? വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം എന്ന് പറയുന്നത് രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മൾ പറയുണ്ടായി രക്ഷയുടെ 3 കാലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. 1, നാം രക്ഷിക്കപ്പെട്ടു. 2, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 3, നാം രക്ഷപ്പെടും. അപ്പോൾ ഈ രക്ഷയുടെ 3 കാലത്തിൽ ആദ്യത്തെ 2 കാലങ്ങളിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. 1 ഓൾറെഡി കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? രക്ഷിക്കപ്പെട്ടു. അത് ഓൾറെഡി കഴിഞ്ഞ വിഷയമാണ്. അതാണ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എൻ്റെ യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവർത്തീകരണം ഞാൻ ഏറ്റെടുക്കുമ്പോൾ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവർത്തീകരണമാണോ അവിടെ സംഭവിക്കുന്നത്? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദേ ഓൾറെഡി സേവ്ഡ്, അവർ രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇന്ന് ആ കാലത്ത് ശേഷം ഇന്ന് വരെ നമ്മൾ മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബീയിങ് സേവ്ഡ്, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കാനുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. എവിടെയാണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത്? ഇനിയും നമ്മൾ രക്ഷപ്പെടേണ്ടത് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനാണ് ഒരു മാറ്റം വരേണ്ടത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ സ്പിരിറ്റുമാർഗത ബന്ധത്തിൽ. നോട്ട് ചെയ്താട്ട്, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്ത് രക്ഷിക്കപ്പെട്ടു? സ്പിരിറ്റുമാർഗ, നമ്മുടെ സ്പിരിറ്റ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വി ഗാഡ് കോൺഷ്യസ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള ബോധം എനിക്കും നിങ്ങൾക്ക് ലഭിച്ചു.
with the spirit. മനുഷ്യാത്മാവ് അതുവരെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? ആ ആത്മാവ് നിങ്ങൾക്ക് ജീവിച്ചു. രണ്ട്, ബീയിങ് സേവ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാണൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ പ്രാണൻ അത് ആക്ച്വലി സംഭവിക്കേണ്ടത് ഒരു മനുഷ്യനുള്ള പൂർണ്ണത എന്ന് പറയുന്നത് ശരീരം, പ്രാണൻ, ആത്മാവ്. അപ്പോൾ ഓൾറെഡി ആത്മാവ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സംഭവിച്ചു. രണ്ട്, ഇന്ന് പ്രാണൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ബീയിങ് സേവ്ഡ്. എന്നാൽ ഇനിയും രക്ഷപ്പെടുവാൻ ഒന്നുണ്ട്, ഈ ശരീരത്തിന് രക്ഷ വേണം. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അരുമനാഥനാകുന്ന യേശു വാനമേഘത്ത് കടന്നു വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോണം, ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം പഠിപ്പിക്കുന്നത് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിനോ. അപ്പോൾ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് വിൽ ബി സേവ്ഡ് ആകുന്നുവെങ്കിൽ അത് ശരീരത്തിന്റെ രൂപാന്തരത്തോടു കൂടിയാണോ അവസാനിപ്പിക്കുന്നതെങ്കിൽ, ആത്മാവ് രൂപാന്തരപ്പെട്ടു, ദൈവമായിട്ട് ബന്ധപ്പെട്ടു, സോള് രൂപാന്തരപ്പെട്ടു, ദൈവത്തിന് ഇഷ്ടകരമായിരിക്കുന്ന രീതിയിൽ നടക്കുവാൻ തുടങ്ങി. മൂന്ന്, അവരുടെ ശരീരത്തിന് രൂപാന്തരം സംഭവിച്ചു. അപ്പോൾ ശരീരത്തിന്റെ രൂപാന്തരത്തോടു കൂടി ആണ് വിൽ ബി സേവ്ഡ് എന്നുള്ളത്, രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പൂർത്തീകരണം നടക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ രക്ഷയുടെ പൂർത്തീകരണം നടക്കത്തില്ല. അപ്പോൾ എൻ്റെ ശരീരം രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ശരീരം രൂപാന്തരപ്പെടുന്നത് എപ്പോൾ എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനിപ്രകാരം തെസ്സലോനിക്ക ലേഖനത്തിൽ പ്രകാരം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ശരീരത്തിന് രൂപാന്തരം പ്രാപിക്കുന്ന സമയമാണ് കർത്താവായ യേശുവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ. അപ്പോൾ മധ്യാകാശ വരവെങ്കിലാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത്. എനിക്കും നിങ്ങൾക്കുമുള്ള രക്ഷയുടെ ഫുൾഫിൽമെന്റ്. അവിടെ പിന്നീട് ഒരിക്കലും നമുക്ക് പാപമില്ല, പാപം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല, പാപത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്ന് മാറിപ്പോയി. വീണ്ടും നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചു എങ്കിൽ തന്നെയും പാപവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. പാപം മുഴുവനായിട്ട് നമ്മളെ മൂടി നിന്നാലും നാം ഒരിക്കലും പാപം ചെയ്യത്തില്ല. അതാണ് ഗ്ലോറിഫൈഡ് ബോഡിയുടെ പ്രത്യേകത. പിന്നീട് ഒരിക്കലും പാപത്തിനോട് ഒരു താല്പര്യം ഉണ്ടാകത്തില്ല. എന്താ ഇവിടുത്തെ വിഷയം? രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് വിൽ ബി സേവ്ഡ് ആകുന്നുവെങ്കിൽ ആ സേവ്ഡ് ആണോ വാഗ്ദത്ത നിവർത്തീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ആ നിവർത്തീകരണം അവർ പ്രാപിച്ചില്ല. ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നു, അവർ വിശ്വാസത്താൽ മരിച്ചു എങ്കിൽ തന്നെയും എന്ത് പ്രാപിച്ചിട്ടില്ല? വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം പ്രാപിച്ചില്ല. ശ്രദ്ധിക്കണം, പഴയ നമ്മ വിശുദ്ധന്മാർ പലവിധമായിരിക്കുന്ന പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അവർ ജീവിച്ചുവെങ്കിലും ദൈവത്തിന്റെ തിരുവചനം പറയുന്നു ഇതുവരെ അവർ നിവർത്തീകരണം പ്രാപിച്ചിട്ടില്ലെന്ന്. എന്നിട്ട് താഴെ പറയുന്ന വേർഡാണ് വളരെ വാല്യുബിൾ വേർഡ്. എന്നിട്ട് താഴെ പറയുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ദൈവം ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അബ്രഹാമിനേക്കാൾ, മോശയേക്കാൾ, യാക്കോബിനേക്കാൾ, ഇസ്ഹാക്കിനേക്കാൾ, യോസെഫിനേക്കാൾ, ഏലിയാവിനേക്കാൾ, പഴയ നിയമത്തിന്റെ പ്രവാചകന്മാരെ എല്ലാവരെക്കാൾ ഏറ്റവും നല്ലതൊന്ന്, ഏറ്റവും നല്ലതൊന്ന്, ദ ബെസ്റ്റ് ദൈവം വെച്ചിരിക്കുന്ന ദ ബെസ്റ്റ് ആക്കി വേണ്ടിയാ വെച്ചിരിക്കുന്നത്. നമ്മെ കൂടാതെ അവരെ പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. ഇന്നൊരു മുൻകരുതിയിരിക്കുന്നുവെന്നല്ല, മുൻകരുതിയിരുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, ഇതുവരെ ഒരു മനുഷ്യൻ മനസ്സിലാക്കാത്തത്, ഇതുവരെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ കണ്ടുപിടിക്കാത്ത ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയിലാണ് എന്നെയും നിങ്ങളെയും സ്വർഗ്ഗത്തിലെ ദൈവം നിർത്തിയിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും അബ്രഹാമിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്നവനല്ല
എൻ്റെ വിഷയമായിരിക്കുന്നത്. അവരനുഗ്രഹം കണ്ടിട്ടില്ലെന്നല്ല എൻ്റെ വിഷയമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് വേണ്ടി വെച്ചതിനേക്കാൾ ഏറ്റവും നല്ലതൊന്ന് ദൈവം എനിക്ക് വേണ്ടി മുൻകരുതി. ഞാൻ നിങ്ങൾ ഇന്ന് ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നിൽക്കുമ്പോൾ, പഴയ നിയമത്തിന്റെ പ്രവാചകന്മാര്, പഴയ നിയമത്തിന്റെ ദൈവവിശ്വാസികളോ സിംഹക്കുഴിയിൽ ഇടപെട്ട് വന്നാലും തീക്കുഴിയിൽ ഇടപെട്ട് വന്നാലും അവരതിനു വേണ്ടി ദൈവത്തിന് വേണ്ടി മുട്ടുകൾ മടക്കി ദുഷ്ടപിശാചിനോട് എതിർത്തുന്നതുകൊണ്ട് മരിക്കേണ്ടി വന്നെങ്കിൽ തന്നെയും ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. എന്താ ഏറ്റവും നല്ലതും മുൻകരുതിയത്? എനിക്കും നിങ്ങൾക്ക് മുൻകരുതി ഏറ്റവും നല്ലതാണ് പുതിയ നിയമം, ന്യൂ കവനന്റ് എന്ന് പറയുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് അത് അറിയത്തില്ല. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള ജനത്തെ നോക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, പൗലോസ് അപ്പോസ്തലൻ മരിച്ചു വർഷങ്ങളായി, എന്നാൽ കാലങ്ങൾ മുൻപോട്ട് കടന്നു വന്നു. ഈ 2000 ആണ്ടിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും പൗലോസിനോടുകൂടെ ചേർന്ന് പറയുവാൻ സാധിക്കും, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതും മുൻകരുതി. പൗലോസിന് അറിയാം തനിക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതും മുൻകരുതി. പൗലോസ് മരിച്ചു മാറ്റപ്പെട്ടുള്ള സത്യമാണ്. എന്നാൽ പൗലോസ് ഒന്ന് പറയുവാൻ സാധിക്കും, എനിക്ക് ദൈവം നല്ലതൊന്നും മുൻകരുതി. അന്ന് മരിച്ചുപോയ പൗലോസ് ഒരു പക്ഷങ്ങൾ പറയുവാൻ സാധിക്കാം, പഴയ നമ്മ വിശുദ്ധനെ പോലെ അല്ലേ പൗലോസ് മരിച്ചു കിടക്കുന്നത്? ഒരു പക്ഷങ്ങൾ സത്യമായിരിക്കാം. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, പൗലോസിന്റെ ജീവിതത്തിൽ പഴയ നമ്മ വിശുദ്ധന്മാർക്ക് ഇല്ലാതിരുന്ന ഒത്തിരി ഭാഗ്യ പദവി ഉണ്ടായിരുന്നു. ഭാഗ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ലതെന്ന് മുൻകരുതി. എന്താ ഏറ്റവും നല്ലതെന്ന് നമ്മൾ പഠിച്ചു വന്നുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നില്ല. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു, പുതിയ നിയമത്തിന്റെ പ്രത്യേകത കാണുന്നു. എന്താ ഒന്നാമത് കാണുന്നത്? ദൈവത്തോട് എനിക്ക് ക്ലിയർ കോൺഷ്യസ് ലഭിക്കുന്നു. ദൈവത്തോട് എനിക്ക് ശുദ്ധ മനസ്സാക്ഷി. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ധൈര്യമായിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. പഴയ നമ്മ വിശുദ്ധന്മാർക്ക് ഇത് ലഭിച്ചിട്ടില്ല. അവരുടെ പാപങ്ങൾ മറയപ്പെട്ടു. എന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു പ്രത്യേകത ഉണ്ട്. എന്റെ പാപങ്ങൾ കടിച്ചുവ പായുന്നാലും യേശു ക്രിസ്തുവിന്റെ ചോരയാൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എന്റെ സകല പാപങ്ങൾ ഹിമം പോലെ വിളിപ്പിച്ച് എന്നെ വിശുദ്ധ സന്നിധാനത്തിലേക്ക് അടുപ്പിച്ചവനാകുന്ന സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കൃപയൊന്നും മറന്നു കളയരുത്. പഴയ നമ്മ വിശുദ്ധന്മാര് പ്രാകാരത്തിൽ നിന്നുകൊണ്ട് കടന്നു പോകുമെങ്കിൽ, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മാത്രം കടന്നു പോകുമെങ്കിൽ, ഇന്ന് സ്വദൈവത്തിന്റെ വലിയ കൃപയാൽ, യേശു ക്രിസ്തുവിന്റെ പരമ കാരുണ്യത്താൽ, യേശു ക്രിസ്തുവിന്റെ പരമയാഗത്താൽ എനിക്കും നിങ്ങൾക്ക് ലഭിച്ചൊരു കാര്യമാണ് ആണ്ടിൽ ഒരിക്കലെന്നത് മാത്രമല്ല, ദിവസത്തിന് 24 മണിക്കൂറും, ആഴ്ചയിൽ 7 ദിവസവും, വർഷത്തിന് 365 ദിവസങ്ങളും ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് എന്റെ ദൈവത്തിന്റെ പൊന്മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്തിന്റെ സ്വീകാരം തന്നുകൊണ്ട് എന്റെ പരമപിതാവിന്റെ പൊന്മുഖത്തെ നോക്കി എന്റെ അപ്പച്ച എന്ന് വിളിക്കുവാനുള്ള പദവി പഴയ നമ്മ വിശുദ്ധന് ലഭിച്ചിട്ടില്ല. എനിക്കും നിങ്ങൾക്കും അത് ലഭിച്ചത്. അവക്കത് മനസ്സിലായിട്ടില്ല. അവക്കത് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുവാനുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ദാസനെ പറയുകയാണ്, സ്വർഗ്ഗത്തിലെ ദൈവം ഏറ്റവും നല്ലതൊന്ന് നമുക്ക് മുൻകരുതിയിരുന്നു. ഇന്ന് രാത്രി ഓർക്കണമേ, അവക്ക് ലഭിക്കാതിരുന്ന ഒരു വലിയ പദവിയിലാണ് ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതിയത്. അവക്ക് കൊടുക്കാതിരുന്നതാണ് സ്വർഗ്ഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്ക് തന്നത്. എന്റെയും നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, അബ്രഹാമിന്റെ ഒരു അനുസരണം കൊണ്ട് ലോകത്തിലെ സകല ജാതികളും ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടക്കുവാൻ പോലും സാധ്യമല്ലെന്ന് ദൈവത്തിന്റെ ന്യായവിധി വന്നിട്ട് മനുഷ്യനെല്ലാം ദൈവത്തിൽ നന്യപ്പെട്ടു പോയപ്പോൾ ഇവിടെ ഇതാ സ്വർഗ്ഗസ്ഥനായ ദൈവം ആ ന്യായവിധി മാറ്റുവാൻ തക്കവണ്ണം മനുഷ്യനായി ലോകത്തിലേക്ക് അവതരിച്ച് എനിക്കും നിങ്ങൾക്കും പങ്കിലുമായിരിക്കുന്ന ഒരു ശരീരം വഹിച്ച് എനിക്കും നിങ്ങൾക്കും ഇവിടെ കാൽവരിയിൽ മരിച്ച് അവസാനമായി സംഭവിച്ചത് എന്നെ കൃപാസനത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ശ്രദ്ധിച്ചോണേ വേർഡ്. പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൽ പ്രാകാരത്തിൽ പോലും നിൽക്കുവാൻ നമുക്ക് യോഗ്യതയില്ല. അതിന് വെളിയിലുള്ള സ്ഥാനമാ. എന്നാൽ എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്ന? വീണ്ടും ഒരിക്കൽ കൂടെ 40-ാമത്തെ വാക്യം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിനോ. അപ്പോൾ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് അവിടെ പറയുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളും അവരും കൂടെ ആ രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ രക്ഷയുടെ പൂർത്തീകരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഏത് സമയത്താണ് നടക്കുന്നത്? കർത്താവായ യേശുവിന്റെ വരവെങ്കിൽ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിലാണ് എനിക്കുള്ള രക്ഷയുടെ പൂർത്തീകരണവും പഴയ നമ്മ വിശുദ്ധന്മാരുടെ രക്ഷയുടെ പൂർത്തീകരണവും.
രക്ഷയുടെ പൂർത്തീകരണം അവരിപ്പോൾ പ്രാപിക്കേണ്ടത് അവരുടെ ശരീരമൊക്കെ ഈ ഭൂമിയിൽ ദ്രവിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും മരിച്ചുപോയി. ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നത് അവരുടെ സ്പിരിറ്റ് മനുഷ്യനാണ്, സ്പിരിറ്റ് മാനാണ് സ്വർഗത്തിലായിരിക്കുന്നത്. എന്നാൽ എന്തു വേണം അവരുടെ രക്ഷയുടെ പൂർണ്ണത നടക്കേണ്ടി വരുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് അവർ കടന്നു വന്ന് ആ ശരീരത്തിൽ രൂപാന്തരം നടക്കണമെങ്കിൽ അത് നടക്കേണ്ട സമയമായിരിക്കും. ഏത് സമയം? കർത്താവിൻ്റെ വരവെങ്കിൽ. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസന് പറഞ്ഞത്. അത് ഒത്തിരി പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടുകയാണ്. അപ്പം നമ്മൾ പഠിക്കുകയുണ്ടായി, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് ആദ്യം എന്ത് സംഭവിക്കുന്നു? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ യേശു വാനമേഘത്ത് കടന്നു വരുവാൻ പോകുമ്പോൾ ഇന്ന് യേശുവിനോടുകൂടി ആയിരിക്കുന്ന മരിച്ചുപോയ സകല വിശുദ്ധന്മാരും, ഇന്ന് വരെ മരിച്ചു പോയിട്ടുള്ള സകല വിശുദ്ധന്മാരും ഇന്ന് സ്വർഗ്ഗത്തിൽ കർത്താവായ യേശുവിനോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു മടങ്ങി വരുവാൻ പോകുന്നത് അവരുടെ സ്പിരിറ്റ് മാനും കൂടാണ് കടന്നു വരുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ പഴയ മരിച്ച ശരീരത്തിന്മേൽ ഇന്ന് ദ്രവിച്ച് മണ്ണോട് മണ്ണ് മാറ്റപ്പെട്ടുവെങ്കിലും ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു, അബ്രഹാം തന്റെ പഴയ ശരീരത്തിലേക്ക് മടങ്ങി വരും, നോഹ തന്റെ പഴയ ശരീരത്തിലേക്ക് മടങ്ങി വരും, അതോടൊപ്പം തന്നെ ഓരോ വിശുദ്ധന്മാർ തങ്ങളുടെ പഴയ ശരീരത്തിലേക്ക് മടങ്ങി വരും. എന്നാൽ ഈ പ്രാരം മടങ്ങി വരുമ്പോൾ അവർ ജീവിക്കുവാനായിട്ടിടയായി തീരും. അവർ ജീവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നീട് എന്ത് സംഭവിക്കും? ജീവനോടെ ശേഷിയും നാമും അവരും ഒരുമിച്ച് എങ്ങനാകും? രൂപാന്തരപ്പെടുവാനിടയായി തീരും. അപ്പോൾ ഇവിടെ രക്ഷയുടെ പൂർത്തീകരണം അവിടെയാ സംഭവിക്കുന്നത്. മരിച്ചുപോയ വിശുദ്ധന്മാർ ആദ്യം എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് അവരും ഇതെല്ലാം കണ്ണുമിക്കുന്നിടയിൽ സംഭവിക്കും. ഒറ്റ മിനിറ്റ് മതി, ഒറ്റ സെക്കൻഡ് മതി ഇതെല്ലാം സംഭവിക്കുവാൻ. കർത്താവിന്റെ ഗംഭീരനാഥത്തിങ്കൽ മരിച്ചവർ ഉയർക്കുന്നു, പ്രധാന ദൂതന്റെ ശബ്ദം കടന്നു വരുന്നു. എന്നിട്ട് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാമം സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ വേണ്ടി കാത്തു നിൽക്കുക. എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന്റെ തിരുവചനം 1 കൊരിന്ത്യർ ലേഖനം 15:50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നാം എന്ത് സംഭവിക്കാൻ പോകുന്നു നാം അറിയാതിരിക്കരുത്. അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്ത് സംഭവിക്കും? പഴയ നമ്മ വിശുദ്ധനോ രൂപാന്തരപ്പെടും. പുതിയ നമ്മ വിശുദ്ധൻ ഇന്ന് ജഡത്തിൽ ശരീരത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുക. എനിക്കും നിങ്ങൾക്കും ഒരു രൂപാന്തരം സംഭവിക്കും. എൻ്റെ ശരീരത്തിൽ മാറ്റം സംഭവിക്കും. നോഹയുടെ ശരീരത്തിൽ മാറ്റം സംഭവിക്കും. നോഹ എഴുന്നേൽക്കുവാൻ പോകുന്നത് പഴയ ശരീരത്തോടു കൂടിയാ. കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് പഴയ ശരീരത്തോടു കൂടിയാ എന്ന് മനസ്സിലാക്കണമേ. ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുമ്പോൾ അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് പിന്നീട് സംഭവിക്കുവാൻ പോകുന്നത് ഒരു രൂപാന്തരമാണ് സംഭവിക്കുവാൻ പോകുന്നത്. ഈ രൂപാന്തരം സംഭവിക്കുന്ന സമയമാണ് രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അവിടെയാണ് രക്ഷ പൂർത്തീകരിക്കപ്പെടുവാൻ പോകുന്നത്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ അന്ന് കർത്താവിന്റെ ഗംഭീരനാദത്തിങ്കൽ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പക്ഷങ്ങൾ ദുബായിൽ നിന്നായിരിക്കുക ജീവനോടെ നിൽക്കുന്ന ഞാനും നിങ്ങളും രൂപാന്തരപ്പെടുന്ന ഒരു സമയമുണ്ട്. അന്നൊരു പക്ഷെങ്കിൽ ഇസ്രായേലിൽ കുഴിച്ചിടപ്പെട്ട അബ്രഹാമായിരിക്കുക അവിടെ എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ആ വിശുദ്ധന്മാർ, മരിച്ചുപോയ വിശുദ്ധന്മാർ പ്രതികൂലങ്ങൾ അനുഭവിച്ച് കഷ്ടങ്ങൾ അനുഭവിച്ച് മൃഗങ്ങൾ ഒരു പക്ഷെ തിന്ന് സമുദ്രത്തിൽ വലിച്ചെറിയപ്പെട്ട വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഒരുമിച്ച് രൂപാന്തരപ്പെടുന്ന ഒരു സമയമുണ്ട്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ഒന്നാഗ്രഹിച്ചു നമ്മോടുകൂടെ രക്ഷാപൂർത്തി അവർക്ക് കൊടുക്കേണ്ടതിന്. ദൈവം നമുക്ക് നല്ലതെന്ന് കരുതി ഒരു കാര്യം മനസ്സിലാക്കാൻ അവർക്ക് രക്ഷാപൂർത്തി അവർ പ്രാപിക്കുവാൻ പോകുക. അവരെല്ലാവരും കാത്തിരിക്കുക. എന്താ അവർ കാത്തിരിക്കുവാനുള്ള കാരണമെന്ന് മറ്റൊന്നുമല്ല, അവർക്കൊരു കാര്യം അറിയുക, ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ഞങ്ങൾ നേടിയതല്ല ഞങ്ങൾക്ക് നേടുവാനുള്ളത്. ഞങ്ങൾക്കൊന്നുണ്ട്, നിത്യരാജ്യം എൻ്റെ യേശുവിനോട് കൂടെ ജീവിക്കുവാനായിട്ടുണ്ട്. നിത്യകാലങ്ങൾ അവനോട് വാഴുവാനുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അവരുടെ കാത്തിരിപ്പ് വ്യർത്ഥമാകത്തില്ല. ഈ ദിവസങ്ങൾ അരുമനാഥനാകുന്ന യേശു വെളിപ്പെടുവാൻ പോകുക. അരുമനാഥനാകുന്ന യേശു കടന്നു വരുവാൻ പോകുക. എബ്രായ ലേഖന വിശ്വാസികളോട് ദൈവത്തിന്റെ ദാസന് പറയുവാനുണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് കഷ്ടം കടന്നു വരുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസം കടന്നു വരുമ്പോൾ നിങ്ങൾ നോക്ക്, ഇത്ര വലിയ സാക്ഷികൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ ഒന്നുകൂടെ മറന്നു കളയരുത്, അവരെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയിലാണ് എന്നെയും നിങ്ങളെ വെച്ചിരിക്കുന്നത്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കും
ഇരിക്കേണ്ടതിനോ ദൈവം നമുക്ക് വേണ്ടി നല്ലത് ഒരുക്കി വെച്ചിരിക്കുന്നു. നമ്മെ കൂടാതെ രക്ഷാബോധി പ്രാപിക്കാതിരിക്കേണ്ടതിനോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണ്, ഈ വാക്യം വെളിപ്പെടുത്തുന്നു. പലപ്പോഴും പലർ ചിന്തിച്ചിട്ടുണ്ട്, പഴയ നമ്മ വിശുദ്ധന്മാർ മണവാട്ടി അല്ല എന്നുള്ളത്, മണവാട്ടി സംഘത്തിൽ പെടത്തില്ല എന്നുള്ളത്. എന്നാൽ ഈ തിരുവചനപ്രകാരം പറയുന്നു, അന്ന് ഉയർക്കപ്പെടുവാൻ പോകുന്നത് പുതിയ നമ്മ വിശ്വാസം മാത്രമല്ല, യേശുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടവര്, യേശുക്രിസ്തു കടന്നു വന്നതിന് ശേഷം അവന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടവര് മാത്രമല്ല, യേശുവിനെ മുൻപോട്ട് നോക്കി മശിഹ കടന്നു വരും, അവൻ മരിക്കും, എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിക്കുമെന്ന് വിശ്വസിച്ച് മരിക്കുന്ന പഴയ നമ്മ വിശുദ്ധന്മാരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ചായിരിക്കും അരുമനാഥനോട് എടുക്കപ്പെടുവാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ മണവാട്ടി സംഘത്തിൽ ആരെല്ലാം ഉൾപ്പെടുവാൻ സാധ്യതയുണ്ട്? പഴയ നമ്മ പുതിയ നമ്മ വിശുദ്ധന്മാര് എല്ലാവരും ഉൾപ്പെടുവാൻ സാധ്യതയുണ്ട്. ആ പഴയ നമ്മ പുതിയ നമ്മ വിശുദ്ധന്മാര് അവർ ഒരുമിച്ചാണ് സ്വർഗ്ഗത്തില് ആത്മനാഥനോടുകൂടി ആകുവാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്ക്, എല്ലാവരും കർത്താവിന്റെ പരിശുദ്ധ മുഖത്തെ നോക്കിയാട്ട് അവർ നമ്മെ കൂടാതെ രക്ഷാബുദ്ധി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു, ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു, ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. സഹോദര, എത്രമാത്രം സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ കാണുന്നു, നിന്നെ മാനിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് യഹൂദന്മാർ പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, അബ്രഹാമിന് വേണ്ടി ഒരുക്കി വെച്ചതിനേക്കാൾ ഉപരിയായി ദൈവം വലിയതെന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ നമ്മെ കൂടാതെ രക്ഷാബോധി പ്രാപിക്കാതിരിക്കേണ്ടതിന്, അവർ നമ്മെ കൂടാതെ രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ല മുൻകരുതിയെങ്കിൽ, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെ സ്നേഹിച്ച ഒരു നല്ല കർത്താവ്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മുൻകരുതിയ ഒരു നല്ല കർത്താവ്. ഭൗതികമായിരിക്കുന്ന ഒരു വാക്തത്വത്തിന് പിന്നാലെ ജീവിതം അവസാനിപ്പിക്കുവാനല്ല, അത് പ്രാപിക്കരുതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അത് പ്രാപിക്കേണ്ടതാണ്. എന്നാൽ ദൈവ പൈതൽ കാണേണ്ടത് ഭൗതികമായിരിക്കുന്ന ചില നന്മകളല്ല, പിന്നെയോ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കുന്ന നിത്യരാജ്യം. ഹല്ലേലൂയ. മുത്തുമണികളാൽ പണിയപ്പെട്ടതായിരിക്കുന്ന പുത്രനാം യെരൂശലേം. ഹല്ലേലൂയ. വീതി സ്വച്ഛ സ്ഫടിക തുല്യമായിരിക്കുന്ന മനോഹരമായ യെരൂശലേം. അതിന്റെ നടുവിൽ ഒരു വലിയ സിംഹാസനമുണ്ട്. അരുമനാഥനാകുന്ന യേശു, ഹല്ലേലൂയ, സർവശക്തനായ ദൈവം ആ സിംഹാസനം ഇരിക്കുന്നു. അതിന്റെ കീഴിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, അത് ജീവിതത്തിലെ നദികളാണ്. ഈ നദി ചെല്ലും രണ്ട് കരയ്ക്കും, ഈ നദി ഒഴുകുന്ന രണ്ട് കരയ്ക്കും ജീവവൃക്ഷങ്ങളുണ്ട്. ഒരിക്കൽ ഏതൻ തോട്ടത്തിൽ പൊന്ന് മനോഹരമാകുന്നത് ആയിരുന്നുവെങ്കിൽ ഇന്നൊന്ന് മനസ്സിലാക്കുക, വീഥികളാൽ സ്വച്ഛ സ്ഫടിക തങ്കമായിരിക്കുന്ന വീഥികളാൽ നിർമ്മിക്കപ്പെട്ട ഒരു പട്ടണത്തിൽ കൂടെയാണ് ഞാനും നിങ്ങളും നടക്കുവാൻ പോകുന്നത്. അതാണ് രക്ഷയുടെ പ്രത്യേകത. പാപം ജീവിതത്തിലില്ലാതെ, പാപത്തിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ എന്നേക്കുമായി രക്ഷപ്പെട്ട എന്റെ ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന ശ്രേഷ്ഠമാർക്കുന്ന ഒരു സമയം, മാർഗ അവസരം ഇന്ന് രാത്രി വിശ്വാസ കണ്ടുകൊണ്ട് കണ്ടാട്ട് എന്റെ നിങ്ങൾ ജീവിതത്തിൽ വരുന്ന ഭാഗ്യമാർഗ മാറ്റത്തെ കണ്ടാട്ട് എല്ലാ വിശുദ്ധന്മാർ, എല്ലാ വിശുദ്ധ മതികളോ എല്ലാവരും കണ്ടാട്ട് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങള് ഈ തൊക്ക് ദ്രവിച്ച ശേഷം, ഈ തൊക്ക് ദ്രവിച്ച ശേഷം എന്റെ ദൈവത്തെ ഞാൻ കാണും, എന്റെ ദൈവത്തെ ഞാൻ കാണും, സ്നേഹസഹജനായി ഞാൻ കാണും. ഇതായിരുന്നു ഹാനോക്കിന്റെ പ്രത്യാശ, ഇതായിരുന്നു യോബിന്റെ പ്രത്യാശ. ഇന്ന് രാത്രി ആ പ്രത്യാശയിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് ബലഹീനത ഉണ്ട്, ഇന്ന് പ്രശ്നങ്ങളുണ്ട്, ഇന്ന് പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഒരു ദിവസം കടന്നു വരുന്നു, ഈ ബലഹീനമായ ശരീരം മാറ്റപ്പെട്ട്, ഈ ബലഹീനയൊക്കെ മാറ്റപ്പെട്ടുകൊണ്ട് ദേഹസഹിതനായി എന്റെ യേശുവിനെ കാണുന്ന ഒരു ദിവസം, എന്റെ യേശുവിനെ കാണുന്ന ഒരു സമയം, 16 സുന്ദരനാകുന്ന എന്റെ അരുമനാഥനെ കാണുന്ന ഒരു ദിവസം, ദൈവത്തിന്റെ ദാസിപ്പാട് പറയുന്നു, ഇവർക്കെല്ലാവർക്കും സാക്ഷ്യമുണ്ടായിരുന്നു, ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു, വിശ്വാസത്തിൽ മരിച്ചു. ഇന്ന് രാത്രി ദൈവത്തെ വിശ്വാസത്തിൽ ജീവിക്കണം, വിശ്വാസത്തിൽ മരിക്കണമെങ്കിൽ വിശ്വാസത്തിൽ മരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവക്കാണി പ്രത്യേകത ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞിട്ട് ഏത് പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, ഏത് പ്രശ്നങ്ങൾ കടന്നു വരട്ടെ,
വിശ്വാസത്തിന് പിന്മാറിപ്പോകത്തില്ല.